സ്നേഹിതരെ, സല്യൂട്ട്. എൻ്റെ MA പഠനം കഴിഞ്ഞ ശേഷം കോളേജ് അധ്യാപികയാകാൻ വേണ്ടി ഏതെങ്കിലും കോളേജിൽ, നല്ല കോളേജ്, റെഗുലർ കോളേജിൽ കയറാൻ വേണ്ടി ഒരു പരക്കം പാഞ്ഞ് നടന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് NSS കോളേജിൽ ലെക്ചറർമാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പത്രത്തിലൂടെയുള്ള പരസ്യം കണ്ട് ഞാൻ വിളിച്ചന്വേഷിക്കുന്നതും വെറുതെ ഒരു ആപ്ലിക്കേഷൻ ഫോം അയച്ചാൽ മതി, ഞങ്ങൾ അറിയിക്കാമെന്ന് അവർ പറഞ്ഞ അനുസരിച്ച് ഞാനൊരു അപേക്ഷ സമർപ്പിച്ചു. ഇന്ന ദിവസം ഇൻ്റർവ്യൂവിന് NSS കോളേജ് ചങ്ങനാശ്ശേരിയുടെ ഓഫീസിൽ സംബന്ധിക്കണം, ഇത്ര മണിക്കാണ് എന്ന് പറഞ്ഞൊരു കത്ത് വന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ചേർന്ന് ട്രെയിനിൽ പോയി ചങ്ങനാശ്ശേരിയിലുള്ള NSSൻ്റെ അവരുടെ മുഖ്യ ആസ്ഥാനം അവിടെയാണല്ലോ, അവിടുത്തെ ഓഫീസിൽ ചെല്ലുകയും അവരെൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിച്ച ശേഷം ശരി എന്നാൽ ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇൻ്റർവ്യൂവിൽ ഞാൻ പോയതും ഒരു സംഭവ കഥയായിട്ട് ഇവിടെ പറയുകയാണ്. ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്നത് അന്ന് IAS ഓഫീസറായിരുന്ന, എനിക്ക് തോന്നുന്നു ACS റാങ്കിലുണ്ടായിരുന്ന J. ലളിതാംബിക മാഡം ആയിരുന്നു. അതോടൊപ്പം വേറെ 5-6 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഞാൻ പങ്കെടുത്തു. അവർ കുറേ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ മാഡം എന്നോട് ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയം ചോദിച്ചു, വൈ ഡോണ്ട് യു റൈറ്റ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന്. അതെന്നോട് ചോദിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ലളിതാംബിക മാഡം. ആദ്യം ചോദിച്ചത് പ്രൊഫസർ ഹൃദയകുമാരി ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഡം ഐ എം ട്രൈയിങ് ഫോർ ദാറ്റ് ഓൾസോ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ റാങ്ക് ലിസ്റ്റ് ഇടും, കാത്തിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അമ്മയും കൂടെ എവിടുന്നോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്ന് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ട്രെയിൻ എന്തായാലും വൈകിട്ടേ ഉള്ളൂ, അപ്പം അതുവരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അവർ കൊണ്ടുവന്ന് പതിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ റാങ്ക്, എൻ്റെ ആദ്യത്തെ 1ാം റാങ്കിലായിരുന്നു R. ശ്രീലേഖ എന്ന് പറഞ്ഞ് കണ്ടത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, അതൊരു ത്രില്ലാണല്ലോ. ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് എൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും ഇൻ്റർവ്യൂവിൻ്റെ റാങ്കിൻ്റെ ബേസിസിലും എനിക്ക് 1ാം റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചു, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനിയും ടെലിഗ്രാം വരും ചേരാനായിട്ട്, അപ്പോൾ വന്ന് ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞൊരു 1-2 ആഴ്ചയ്ക്കകം തന്നെ ടെലിഗ്രാം വന്നു. ടെലിഗ്രാം വന്നത് അതിനകത്തൊരു അക്ഷരപ്പിശ കൊണ്ടായിരുന്നു, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. യു ആർ അപ്പോയിൻറ്റഡ്, ജോയിൻറ്റ് ഇമ്മീഡിയറ്റ്ലി, T ആണ്, ജോയിൻ ഇമ്മീഡിയറ്റ്ലി അല്ല T. അപ്പോൾ ഞാൻ കുറച്ച് ചിരിച്ചു, ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ആരോ ആണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചിരിച്ചു. ഞാൻ വീണ്ടും ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, തിങ്കളാഴ്ച വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത തിങ്കളാഴ്ച ഞാൻ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, എൻ്റെ അപ്പോഴേക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റും സ്കോളർഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ്സും എല്ലാം കിട്ടിയിരുന്നു. എല്ലാ സർട്ടിഫിക്കറ്റും എടുത്തുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി വീണ്ടും അമ്മയും ഞാനുമായിട്ട് ട്രെയിനിൽ കയറി ചങ്ങനാശ്ശേരിയിലെത്തി. അവിടെ ഓഫീസിൽ ചെന്നു, ഓഫീസിലെ സൂപ്രണ്ടിനെ പോയി കണ്ടു. അപ്പോൾ അയാൾ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി, ഞാൻ ടെലിഗ്രാം കാണിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ശരി അപ്പോയിൻമെൻറ്റ് ഓർഡർ തരാം, ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. ഞാൻ ഫയൽ തുറന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്ത് കാണിച്ചപ്പോൾ അയാൾ മുഖമൊക്കെ മാറി പെട്ടെന്ന് പുച്ഛിച്ചൊരു ചിരിച്ചു. എന്നിട്ട് ആൾ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നോക്കിയതല്ലേ, ഞാൻ ഇതല്ലേ ചോദിച്ചതാന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എന്താണാവോ വേണ്ടത്, ഇനി വേറെ വല്ല സർട്ടിഫിക്കറ്റ് വേണോ എന്നൊക്കെയുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പം ആ സൂപ്രണ്ട് പറഞ്ഞു, 25,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ 25,000 രൂപയോ, അത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞങ്ങൾ എഴുതപ്പെടാത്ത ഒരു ചട്ടമാണ്, 25,000 രൂപ തന്നാലേ ഇവിടെ തരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ 1ാം റാങ്കിൽ വന്ന ആളാണ്, എനിക്ക് മെറിറ്റിൽ അഡ്മിഷൻ തരേണ്ട. 25,000 രൂപയുടെ കാര്യം നിങ്ങൾ നിങ്ങളുടെ പത്രപരസ്യത്തിലോ ഞാനിവിടെ വന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തപ്പോഴോ എനിക്ക് ചേരുന്നതിൻ്റെ ലെറ്റർ കിട്ടിയപ്പോഴോ ഒന്നിലും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ആ സമയം 25,000 രൂപ എന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ടാണ്. 1984 ഭയങ്കര വലിയ എമൗണ്ടാണ്. അപ്പോൾ അതൊന്നും അഫോർഡ് ചെയ്യാനുള്ള കഴിവ് എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇല്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അവരോട്, ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഒഴിവാക്കി തരാൻ പറ്റില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിന് നിങ്ങൾ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി തന്നെ വിചാരിക്കണം, നിങ്ങളൊരു കാര്യം ചെയ്യുക, ജനറൽ സെക്രട്ടറി വരുമ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഇപ്പോഴൊന്നും വരില്ല, ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിക്കേ വരുള്ളൂ, വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അമ്മയും കൂടെ പോയി വീണ്ടും അവിടെ കുത്തിയിരുന്നു. ഏതോ ഒരു പെട്ടിക്കടയിൽ കയറി എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചു. ആദ്യമായിട്ടാണ് ഈ പൊറോട്ട എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നുന്നത് കഴിക്കുന്നത്. ഒരു പൊറോട്ടയും ഒരു വെളുത്ത കളറിലുള്ളൊരു വെജിറ്റബിൾ കറിയും. 4-4:30 മണിയോടുകൂടി അദ്ദേഹം ഓഫീസിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ കൊള്ളാമെന്ന് ഞാൻ അറിയിച്ചപ്പോൾ വീണ്ടും ശരി വന്ന് കണ്ടോളാൻ പറഞ്ഞ് അനുവാദം കിട്ടി. അങ്ങനെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് അമ്മയെ പുറത്തിരുത്തിക്കൊണ്ട് ഞാൻ മാത്രം അകത്ത് കയറി അദ്ദേഹത്തെ കണ്ടു. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആളായിരുന്നു, നല്ല നരച്ച താടി മുടിയൊക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വളരെ കാര്യമായിട്ട് എന്നോട് ചോദിച്ചു, എന്താ കാര്യം വന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലെക്ചറർ പരീക്ഷയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 1ാമതായിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നയാളാണ്, ജോയിൻ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എന്നോട് കാശ് ചോദിക്കുന്നു. അപ്പോൾ കാശിനെ പറ്റി നിങ്ങൾ ഒരിടത്ത് മെൻഷൻ ചെയ്തില്ലല്ലോ. എൻ്റെ കുടുംബം വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. അച്ഛൻ എൻ്റെ 16ാമത്തെ വയസ്സിൽ മരിച്ചുപോയി, അതുകൊണ്ട് എനിക്ക് തരാനായിട്ട് പൈസ ഇല്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി തരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ അതിശയമായിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ്, ഞങ്ങൾ ബോർഡിലെടുത്ത തീരുമാനമാണ്.
ഞങ്ങൾക്ക് പൈസ ഒഴിവാക്കിക്കൊണ്ട് ജോയിൻ ചെയ്യിക്കാൻ പറ്റില്ല. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളമല്ലേ കിട്ടുന്നത്, 25,000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് അതിന് താഴെയായിട്ട് അങ്ങ് തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഇല്ലാത്ത കൊണ്ടാണ്, കൂടാതെ ഞാനൊരു നായർ പെൺകുട്ടിയാണ്, അപ്പോൾ അച്ഛൻ കുട്ടിക്കാലത്ത് മരിച്ചതാണ്, 2 ചേച്ചിമാരുണ്ട്, അമ്മയ്ക്ക് ജോലിയില്ല, അപ്പോൾ അതുകൊണ്ട് ആ പരിഗണനയിലെങ്കിലും നായർ സർവീസ് സൊസൈറ്റി അല്ലേ, അപ്പോൾ അതൊരു സർവീസായിട്ട് എനിക്ക് ജോലി തന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കേട്ട് ഞാനങ്ങ് ഞെട്ടിത്തെറിച്ചിരിഞ്ഞു പോയി. അദ്ദേഹം പറഞ്ഞത് നായർ സർവീസ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള നിർധന നായന്മാരെ സഹായിക്കലല്ല, ഞങ്ങളെപ്പോലെയുള്ള പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനാണ് സർവീസ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് നടന്നു പോകണ്ടേ, സർവീസ് നടത്തി, ഞങ്ങളുടെ സർവീസ് നടത്തി പോകണ്ടേ, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ബാക്കിയുള്ള സ്ഥാപനങ്ങളും നന്നായിട്ട് പോകണ്ടേ, അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് കാശ് കിട്ടണ്ടേ, അതിനാണ് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കാശ് പിരിക്കുന്നത്, അല്ലാതെ ഇതുപോലെയുള്ള സർവീസൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യുക, കുട്ടി ജോലി വേണ്ടെന്നുണ്ടെങ്കിൽ രാജിക്കത്ത് എഴുതി തന്നാൽ മതി, അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പെടാത്ത ഒരാളുടെ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പെടാത്ത ഒരാൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്ത് 75,000 രൂപ വരെ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതാണ് ഞങ്ങളുടെ സർവീസ്, ഒരു സർവീസ് ചെയ്തിട്ട് പൊക്കോളൂ എന്നുള്ള മട്ടിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എവിടെയാണെങ്കിലും അന്യായം കാണുമ്പോൾ എനിക്കിങ്ങനെ ചൊറിഞ്ഞു വരും. പണ്ട് അച്ഛൻ മരിച്ച ശേഷം അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് ഞാനും അമ്മയും കൂടെ ഒരുപാട് നാളിങ്ങനെ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി പ്യൂൺ മറ്റോ പറഞ്ഞു ഡെത്ത് സർട്ടിഫിക്കറ്റ് തരും, ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറിൻ്റെ കയ്യിലേക്ക് ഒരു 500 രൂപ വെച്ച് കൊടുത്തേക്കണം എന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് അദ്ദേഹം അമ്മയുടെ കൈ കൊടുത്തപ്പോൾ അമ്മ പേഴ്സ് തുറന്ന് 500 രൂപ എണ്ണി എടുത്ത് അയാളുടെ കൈ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ അമ്മയുടെ കൈ കയറി പിടിച്ചു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു അല്ല ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കൽ, ഇത് കൈക്കൂലിയാ, ഇത് കൊടുക്കാൻ പാടില്ല, തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണ്, അമ്മ അറസ്റ്റിലാവും, ഇദ്ദേഹവും പ്രശ്നത്തിലാവും, അമ്മ കൊടുക്കരുതെന്ന്. അപ്പോൾ അമ്മ വളരെ മുഖമൊക്കെ മാറി അമ്മ പറഞ്ഞല്ലേ ഈ പറഞ്ഞു കൊടുക്കണം, പ്യൂൺ പറഞ്ഞു. അപ്പോൾ അവിടെ ആളുകൾ കേട്ടോട്ടിരുന്ന ആളുകളൊക്കെ കൂടെ കൂടി വന്നു. അപ്പം വേറെ ആൾക്കാരും ഉണ്ടല്ലോ, വില്ലേജ് ഓഫീസറിൻ്റെ മുഖം അങ്ങ് ചുവന്ന് വന്ന് അയാൾ പറഞ്ഞു ഇറങ്ങിപ്പോ, ഞാൻ തന്നു, ഞാൻ കൈക്കൂലിയും ചോദിച്ചില്ല, ഇറങ്ങിപ്പോ എന്ന് അയാൾ വഴക്ക് പറഞ്ഞ് വെളിയിലാക്കി. അപ്പോൾ പ്യൂൺ പിന്നെ ഓടി വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഈ കൊച്ചിനെ കൂടെ എന്തിനാണ് കൊണ്ടുവന്നത്, ഇതിനെ കൊണ്ടുവരാതെ വന്നുകൂടായിരുന്നോ, വെറുതെ ആവശ്യമില്ല, ഞങ്ങളുടെ എല്ലാവരുടെയും പേര് ദോഷം വരുത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയെ കുറേ വഴക്ക് പറഞ്ഞത് കുറേ നാൾ മുമ്പാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇവിടെ കൈക്കൂലി കൊടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഡൊണേഷനോ എന്താണ് പറയുന്നത്, 25,000 രൂപ കൊടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. എനിക്ക് ആ സമയത്തെ ദേഷ്യം കൊണ്ട് ഞാൻ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ ടെലഗ്രാം ഞാൻ എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി അതിങ്ങനെ ചുരുട്ടി മേശപ്പുറത്ത് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അപ്പോൾ അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. താഴെ ഇറങ്ങി വന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തായി, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ എഴുതി തരാത്തടത്തോളം കാലം ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അത് അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, എവിടെയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഏത് സ്ഥലത്ത് ജോലി വേണമെങ്കിലും കാശ് കൊടുക്കാതെ നടക്കൂല. ഞാൻ പറഞ്ഞു ഞാൻ കോടതിയിൽ പോയി വാങ്ങിക്കും, ജോലി കാണണോ എന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നു. 1 മാസത്തോളം കാലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി, NSSൻ്റെ തന്നെ, കാശ് കൊടുക്കാതെ തന്നെ എന്നെ അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തിക്കൊണ്ടുള്ളൊരു ഓർഡർ വന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഹൈക്കോടതി പോകും എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ടതിനാണോ എന്ന് എനിക്കറിയില്ല. ഒറ്റപ്പാലം NSS കോളേജിലായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത്. ഞാനും അമ്മയും കൂടെ പോയി പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ പോയി. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ശ്രീലേഖ, ഞാനിവിടെ ഇംഗ്ലീഷ് ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാണ്, അപ്പോയിൻമെൻറ്റ് ഓർഡർ ചെയ്താണെന്ന് ഞാൻ കാണിച്ചു. അപ്പം പ്രിൻസിപ്പൽ വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു, ശ്രീരാമ മേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നെ കണ്ടിട്ട് ഉടനെ അദ്ദേഹം മനസ്സിലായതുപോലെ പറഞ്ഞു ആ ശ്രീലേഖ എനിക്ക് മനസ്സിലായി, കുട്ടിയല്ലേ NSSൻ്റെ ജനറൽ സെക്രട്ടറി പോയി കണ്ടതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഞാനാണ്, പൈസ ഒന്നും കൊടുക്കാതല്ലേ ചേർന്നത്. ഞാൻ പറഞ്ഞു അതെ ഞാനാണ്, കാശൊന്നും കൊടുക്കാതെയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയത് പറഞ്ഞു. എന്നോട് എനിക്ക് കുട്ടിയുടെ അടുത്ത് സ്നേഹം തോന്നുന്നതുകൊണ്ട് പറയുകയാണ്, ഇത് നല്ലതിനല്ല പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ കോടതിയിലൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ് വാശി പറഞ്ഞ് വീമ്പിളക്കിയിട്ട് വന്നതുകൊണ്ട് ഒരു പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് തന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് സാലറി എന്ന് പറയുന്ന ഒരു 3-4 വർഷമായിട്ടും കിട്ടാൻ പോകുന്നില്ല, ഒരുപാട് കഷ്ടപ്പെടുത്തി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 3 മാസം കഴിയുമ്പോൾ എടുത്തിട്ട് അടിക്കും, കണ്ണൂരോ കോഴിക്കോടോ അടിക്കും, അവിടുന്ന് ഒരു 3 മാസം കഴിയുമ്പോൾ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും അടിക്കും, മലപ്പുറത്ത് അടിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ വയനാട്, എല്ലായിടത്തും NSS കോളേജുകളുണ്ടല്ലോ, എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഒരു 3-4 വർഷത്തോളം ഇങ്ങനെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സഹി കെട്ട് കൊണ്ടുപോയി 25,000 രൂപ കൊണ്ട് കൊടുക്കും. എന്നിട്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ പേ സ്ലിപ്പോ ശമ്പളമോ എന്തെങ്കിലും കിട്ടാൻ പോകുന്നുള്ളൂ, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒരു ജോലിയും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാനും അമ്മയും കൂടെ വളരെ എന്ത് ചെയ്യണം എന്നറിയാതെയിരുന്നു. ഞാൻ ചോദിച്ചു സാർ ഇനി എന്ത് ചെയ്യണം ഞാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേരാതിരിക്കുന്നതാണ് നല്ലത്, വേറെ എന്തൊക്കെ ജോലി കിട്ടും, PSC കിട്ടത്തില്ലേ ലെക്ചറായിട്ട്, ബാങ്കുകളിൽ ട്രൈ ചെയ്തുകൂടെ, സിവിൽ സർവീസ് എഴുതിക്കൂടെ എന്നൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചു. അതിനുശേഷം ഞാനൊരു തീരുമാനം എടുത്തു, ഇങ്ങനെ ഹരാസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ അതിന് നിന്ന് കൊടുക്കണ്ട, കാരണം ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ എത്രത്തോളം ഫൈറ്റ് ചെയ്യും,
അപ്പോൾ അതിന് ഞാൻ എന്തിനാണ് അനുഭവിക്കുന്നത്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യാൻ കൂട്ടാക്കില്ല. ഞാൻ രാജിക്കത്തും എഴുതി കൊടുത്തില്ല, ജോയിൻ ചെയ്തുമില്ല, ഞാനവിടെ പോയേ ഇല്ല എന്നുള്ള മട്ടിൽ ഞാനും അമ്മയും കൂടെ എങ്കിൽ തിരിച്ചു വന്നു. രസം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു അനുബന്ധ കഥയും കൂടെ ഉണ്ട്. IPS ലഭിച്ച് കേരളത്തിൽ വന്നപ്പോൾ എന്നെ ട്രെയിനിങ് ASP ആയിട്ട് ആദ്യം പോസ്റ്റ് ചെയ്തത് കോട്ടയം ജില്ലയിലാണ്. NSS കോളേജിൽ നിന്ന് അവിടെ ഒരു യൂണിയൻ ഇനോഗ്രേഷന് വേണ്ടി എന്നെ വന്ന് ക്ഷണിച്ചു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, വന്ന ഒരു ടീച്ചറിനോടും കുട്ടികളോടും ഞാൻ പറഞ്ഞു, ഞാൻ NSS കോളേജ് ചങ്ങനാശ്ശേരിയാണോ, ഞാൻ വരുന്നില്ല, കാരണം അവിടെ നിന്ന് എനിക്കൊരു തിക്ത അനുഭവം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ അവിടെ വരുന്നില്ല എന്ന്. അപ്പോൾ നല്ല മാഡം വന്നേ പറ്റുള്ളൂ, മാഡത്തിന് തിക്ത അനുഭവം എന്താണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ അതിന് പരിഹാരം കാണിച്ചു തരാം. കുറേയൊക്കെ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ശരി എന്നാൽ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ചെന്നിട്ട് അതിൻ്റെ അവിടെയുള്ള പ്രസംഗ മധ്യേ ഞാൻ ഈ കഥ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ കോളേജിൽ ഒരു ടീച്ചറായിട്ട് വരാനുള്ള ഒരു ചാൻസ് നഷ്ടമാക്കിയതാണ്, 25,000 രൂപ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രൊഫസർമാരും സാറുമാരും എല്ലാവരും 25,000 രൂപ കൊടുത്തിട്ട് കയറിയവരായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. പിന്നീട് സംസാരിച്ച ഒരു ടീച്ചർ പറഞ്ഞത്, മാഡത്തിന് ജോലി തരാത്തത് ഒരു വലിയ ദൈവ അനുഗ്രഹമായിട്ട് മാഡം കരുതണം, കാരണം അത് കിട്ടിയിരുന്നെങ്കിൽ മാഡത്തിന് ഒരിക്കലും IPS കിട്ടില്ലായിരുന്നു, ഇവിടെ ഇരുന്നങ്ങ് പോയേനെ. അത് കിട്ടാത്തത് കൊണ്ടാണല്ലോ ജോലി വീണ്ടും ഒരു ചലഞ്ച് എന്ന് വിചാരിച്ച് മാഡം വീണ്ടും IPS എഴുതി എടുക്കുക ഇവിടെ വരാൻ പറ്റുകയൊക്കെ ചെയ്യില്ല, അദ്ദേഹം പ്രസംഗിച്ചു. അപ്പോൾ അത് ഞാൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞാൻ എണീറ്റ് എന്ന് പറഞ്ഞു, അല്ല ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, കാരണം അന്ന് എനിക്ക് നിങ്ങൾ ജോലി തന്നിരുന്നെങ്കിലും ഞാൻ എൻ്റെ ഈ പാത ഞാൻ ചിലപ്പോൾ തിരഞ്ഞെടുത്തേനെ, അത് ഞാൻ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. കാരണം അന്നും ഞാൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിട്ട് കിടന്നിരുന്നു, അത് ഞാൻ എന്തായാലും എഴുതിയേനെ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു, ശ്രീലേഖ അതാ ഇവിടെ നിൽക്കുന്ന ആദ്യത്തെ വനിതാ IPS ഓഫീസർ കേരളത്തിലെ, ഞങ്ങളുടെ NSSൻ്റെ പഴയ ഒരു അധ്യാപികയായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ചാൻസ് നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞതും ഭയങ്കര കരഘോഷം കുട്ടികളുടെ ഇടയിൽ ഉണ്ടായതായിട്ട് ഓർമ്മയുണ്ട്. സസ്നേഹം, ശ്രീലേഖ.